മഹാരാഷ്ട്രയിൽ വീണ്ടും ചില സസ്പെൻസുകൾ ഇങ്ങനെ നിൽക്കുന്നു. അതെ, ഏക്നാഥ് ഷിൻഡെ ഉപമുഖ്യമന്ത്രിയാകുന്നതിലാണ് ആ സസ്പെൻസ് ഉള്ളത്. മന്ത്രിസഭയിൽ ചേരാൻ ഫഡ്നവിസ് പരസ്യമായി ക്ഷണിച്ചിട്ടും പക്ഷേ ഷിൻഡെ മനസ്സ് തുറന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പി ബസന്ത് വിവരങ്ങളുമായിട്ട്. ബസന്ത്, നാളെ സത്യപ്രതിജ്ഞ ചെയ്യാനിരിക്കുകയാണ്. ഈ ഒരു അവസാന മണിക്കൂറുകളിൽ പോലും ഈ ഒരു അനിശ്ചിതത്വം നിലനിർത്തുന്നത് എന്തെങ്കിലും സമ്മർദ്ദതന്ത്രത്തിന്റെ ഭാഗമാണോ അതോ മറ്റെന്തെങ്കിലും ആണോ? ഷിൻഡെ മുഖ്യമന്ത്രി പദം വേണമെന്നുള്ളൊരു നിലപാട് ആദ്യം സ്വീകരിച്ചിരുന്നു. അതിനുശേഷം BJPയുടെ തീരുമാനം അംഗീകരിക്കാം എന്നുള്ള നിലപാടിലേക്ക് മാറി. പക്ഷെ അപ്പോഴും ആഭ്യന്തരമന്ത്രി പദം വേണം എന്നുള്ളൊരു നിലപാടായിരുന്നു ഷിൻഡെക്ക്. അതായത് ദേവേന്ദ്ര ഫഡ്നവിസ് ഉപമുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു എന്നുള്ളതാണ് ഷിൻഡെയുടെ ഭാഗം. ഏതായാലും ഈ ഇടഞ്ഞു നിന്ന ഷിൻഡെയെ അന്വയിപ്പിക്കാൻ ഇന്നലെ ദേവേന്ദ്ര ഫഡ്നവിസ് അദ്ദേഹത്തെ വസതിയിൽ കണ്ടിരുന്നു. ഇന്ന് രാവിലെ പുറത്തു വന്ന വാർത്തകൾ പ്രകാരമാണെങ്കിൽ അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും എന്ന് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഷിൻഡെയും ദേവേന്ദ്ര ഫഡ്നവിസും അജിത് പവാറും ഗവർണറെ കണ്ട ശേഷമാണ് ആ വാർത്താ സമ്മേളനം നടത്തിയത്. അവകാശവാദം ഉന്നയിച്ചു. ഇതിനെ തുടർന്ന് നാളെ വൈകിട്ട് 5:30 സത്യപ്രതിജ്ഞ പ്രഖ്യാപിക്കുന്ന ശേഷമാണ് വാർത്താ സമ്മേളനത്തിൽ ഷിൻഡെ തന്റെ സസ്പെൻഷൻ നിലനിർത്തിയത്. ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് ഷിൻഡെയെ ഞാൻ ക്ഷണിച്ചു എന്ന് ദേവേന്ദ്ര ഫഡ്നവിസ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയ ശേഷമാണ് ഷിൻഡെ പറഞ്ഞത് ഇക്കാര്യത്തിൽ ഞാൻ വൈകിട്ട് മാത്രമേ തീരുമാനം പറയുകയുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോൾ തന്നെ അജിത് പവാർ ഞാൻ ഉപമുഖ്യമന്ത്രി പദം ഏറ്റെടുക്കും എന്ന് കൂടി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ തോതിൽ ഈ മഹായുദ്ധിയിലുള്ള റിപ്പോർട്ടിൽ ഒരു ചെറിയ ഭിന്നത പുറത്തു വരുന്നതായിരുന്നു. ഏതായാലും ഇന്ന് വൈകിട്ടോടുകൂടി ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരും. പക്ഷെ അതുവരെ ഈ സസ്പെൻസ് നിലനിൽക്കും. നാളെ വൈകിട്ട് 5:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിലാണ് ദേവേന്ദ്ര ഫഡ്നവിസ് മുഖ്യമന്ത്രിയായും അജിത് പവാർ മന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്യുക. മന്ത്രിമാരെ ഇവിടെ തീരുമാനിക്കുമെന്നാണ് ഇന്ന് ഗവർണർ കണ്ട ശേഷം ഫഡ്നവിസ് പറഞ്ഞത്. ശരി, മഹാരാഷ്ട്രയിൽ അവസാന മണിക്കൂറുകളിലും ചില അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നു. അതെ, ഫുൾ സ്റ്റോപ്പ് ഇട്ടു എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ദേവേന്ദ്ര ഫഡ്നവിസ് മുഖ്യമന്ത്രിയാവുമെന്ന് തീരുമാനിച്ചു. പക്ഷെ ഉപമുഖ്യമന്ത്രിയായി ഷിൻഡെ വരുമോ എന്ന കാര്യത്തിൽ അതെ ഷിൻഡെയാണ്. വൈകുന്നേരത്തോടെ അദ്ദേഹം മനസ്സ് തുറക്കുമെന്ന് പ്രതീക്ഷിക്കാം.